Hey all, this is Tansiha. Welcome to TI Solutions. We are certified Zoho partners dedicated to helping business streamline their accounting with Zoho Books. നിങ്ങൾ എക്സ്പേർട്ട് ഗൈഡൻസിന് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ സപ്പോർട്ടിന് ഒരാളെ ചെക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു കണക്ട് വിത്ത് അസ്. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ സോഹോ ബുക്സിൽ എങ്ങനെ ഓപ്പണിംഗ് ബാലൻസ് ഇമ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ മാനുവലി എങ്ങനെ എൻറ്റർ ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഓപ്പണിംഗ് ബാലൻസ് എന്താണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓപ്പണിംഗ് ബാലൻസ് സോഹോ ബുക്സിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ടാവും. ആ സോഫ്റ്റ്വെയറിന് സോഹോ ബുക്സിലേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്ന ടൈമിൽ എന്നാണോ മൈഗ്രേറ്റ് ചെയ്യുന്നത് ആ ചെയ്യുന്ന തൊട്ട് ബാക്കിലത്തെ ഡേയിലെ ക്ലോസിംഗ് ബാലൻസിനെയാണ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഓപ്പണിംഗ് ബാലൻസ് നമ്മളെ കസ്റ്റമേഴ്സിന് ഉണ്ടാവാം, വെൻഡേഴ്സിന് ഉണ്ടാവാം, ബാങ്ക് ബാലൻസ് ഉണ്ടാവാം, ഇൻവെൻട്രീസ് ഉണ്ടാവാം, അതുപോലെ മറ്റ് ലെഡ്ജേഴ്സിനും ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും. ബാലൻസ് ഷീറ്റ് ഐറ്റംസിനാണ് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവുക. അപ്പം ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഡേ 1 തൊട്ടിട്ട് നമ്മളെ അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. അപ്പം എങ്ങനെയാണ് സോഹോ ബുക്സിൽ ഓപ്പണിംഗ് ബാലൻസ് എൻറ്റർ ചെയ്യുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ഫസ്റ്റ് അക്കൗണ്ടന്റ് മൊഡ്യൂളിൻ്റെ അണ്ടറിലെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പം സോഹോ ബുക്സിൽ ഓൾറെഡി ഡീഫോൾട്ട് ആയിട്ട് കുറച്ച് ലിസ്റ്റ് അവൈലബിൾ ആണ്. അത് കൂടാണ്ട് നമ്മൾ പ്രീവിയസ് സോഫ്റ്റ്വെയറിൽ ഇപ്പം മൾട്ടിപ്പിൾ ലോൺസ് ഉണ്ടാവും, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതേപോലെ മൾട്ടിപ്പിൾ കറണ്ട് അസറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ഇവിടെ അക്കൗണ്ടന്റ് മൊഡ്യൂളിലെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ വന്നിട്ട് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അക്കൗണ്ട് ടൈപ്പിൽ പെർട്ടിക്കുലർ അക്കൗണ്ട് ടൈപ്പ് ചൂസ് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇടണം. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഈ ഒരു ലെഡ്ജറിന് എഗെയിൻസ്റ്റ് മാപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിനായിട്ട് സെറ്റിങ്സിൽ പോവാം. ഇവിടെ സെറ്റപ്പ് ആൻഡ് കോൺഫിഗറേഷൻ അണ്ടറിൽ ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ളത് കാണാം. അത് ക്ലിക്ക് ചെയ്യാം. ഇതിൽ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ മൈഗ്രേഷൻ ഡേറ്റ് ചോദിക്കുന്നുണ്ട്. അതായത് എയ്തർ ഫിനാൻഷ്യൽ ഇയറിന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് അല്ലെങ്കിൽ നമ്മൾ പ്രീവിയസ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ നിന്നും സോഹോ ബുക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഡേ. അത് യൂഷ്വലി ഒരു മന്തിൻ്റെ സ്റ്റാർട്ടിങ് ആവാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പം അങ്ങനെ ആവുമ്പം ഇപ്പം എക്സാമ്പിൾ ജൂൺ 1 ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ മൈഗ്രേഷൻ ഡേറ്റ് ആയിട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ മെയ് 31 ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കണം അവിടെ നമ്മൾ ഓപ്പണിംഗ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ അക്കൗണ്ടിങ് റിസീവബിൾസ്, അതായത് കസ്റ്റമേഴ്സ്, ആൻഡ് അക്കൗണ്ടിങ് പേയബിൾ ഉണ്ട്, വെൻഡേഴ്സ്. ഇത് രണ്ടും എക്സൽ വെച്ചിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ. ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ബാലൻസ് ഷീറ്റ് ഐറ്റംസ്, അതായത് അസറ്റ് ആയിക്കോട്ടെ, ലയബിലിറ്റി ആയിക്കോട്ടെ, ഇക്വിറ്റി ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് മാനുവലി ആഡ് ചെയ്യാൻ പറ്റും. എല്ലാ മെയിൻ ഹെഡിൻ്റെ സൈഡിലും ഒരു ആരോ മാർക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സ്, അതായത് ഓരോ ലെഡ്ജേഴ്സും അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും പെർട്ടിക്കുലർ ഹെഡിൻ്റെ അണ്ടറിൽ. അപ്പം നമ്മൾ ബാലൻസ് ചെയ്താണോ അത് നോക്കിയിട്ട് ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്നുള്ളത് ചൂസ് ചെയ്തിട്ട് അതിൽ എമൗണ്ട് എത്രയാണ് എന്നുള്ളത് കൊടുക്കുക. ഇങ്ങനെ അസറ്റ് ആഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് ബാക്കിയുള്ള ബാങ്ക് ആയാലും അതേപോലെ ലയബിലിറ്റി ആയാലും ഇക്വിറ്റി ആയാലും ഒക്കെ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇനി അക്കൗണ്ടിങ് റിസീവബിൾ, അക്കൗണ്ടിങ് പേയബിൾ, ഇത് രണ്ടും മൾട്ടിപ്പിൾ ലെഡ്ജേഴ്സ് ഉള്ളത് കൊണ്ടാണ് അവിടെ ഇമ്പോർട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുമ്പം നമ്മൾ നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സാമ്പിൾ ഫയൽ കിട്ടും. ആ സാമ്പിൾ ഫയലിൽ എന്തൊക്കെ മെയിൻ ഹെഡിങ്സ് ആണ് നമ്മൾ ഫയലിൽ കൊടുക്കേണ്ടതെന്നുള്ളത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫയലിലേക്ക് നമ്മളെ ഡാറ്റ, നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ നെയിം, അതേപോലെ മൈഗ്രേഷൻ ഡേറ്റ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പം നെയിമും ഓപ്പണിംഗ് ബാലൻസും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ CSV മാക്കിൻടോഷ് എന്നുള്ള ഫോർമാറ്റിൽ സേവ് ചെയ്തിട്ട് ഫോൾഡറിന്ന് ഫയൽ ചൂസ് ചെയ്യാം. ചൂസ് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോഹോ ബുക്സിലെ ഹെഡിങ്സും അതേപോലെ നമ്മളെ എക്സലിൽ കൊടുത്തിട്ടുള്ള ഹെഡിങ്സും അവിടെ മാപ്പ് ചെയ്യും. ഈ രണ്ട് ഹെഡിങ്സും കൂടെ സോഹോ ബുക്സിലത്തെ ഹെഡിങ് തന്നെ ആയിട്ട്
നമ്മൾ എക്സലിൽ ഏത് ഹെഡിങ് ആണോ വരുന്നത്, ഏതാണോ ഉദ്ദേശിച്ചത് അതിനെ മാപ്പ് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഓപ്പണിംഗ് ബാലൻസ് സോഹോ ബുക്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. നമുക്ക് മാനുവലി എൻട്രി ചെയ്യാൻ പറ്റും, പക്ഷെ അക്കൗണ്ട് റിസീവബിളും പേയബിളും ബൾക്കായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സലിൽ ഇമ്പോർട്ട് ചെയ്യണം. ഇനി അതല്ല മാനുവലി എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം കസ്റ്റമർ ആണെങ്കിൽ സെയിൽസ് മൊഡ്യൂളിൻ്റെ അണ്ടറിലും അതേപോലെ വെൻഡർ ആണെങ്കിൽ പെർച്ചേസ് മൊഡ്യൂളിൻ്റെ അണ്ടറിലുമാണ് ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കസ്റ്റമറിനെ ഒരു പുതിയ കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുമ്പം ആ ക്രിയേറ്റ് ചെയ്യുന്ന അവിടെ ഓപ്പണിംഗ് ബാലൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇപ്പം നമ്മൾ മാനുവലി ഓരോ കസ്റ്റമറിനെയും ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യാം. ഇനി ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ കസ്റ്റമറിന് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു, പക്ഷെ ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കസ്റ്റമർ ഏതാണ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എൻറ്റർ ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മാനുവലി എന്ത് ചെയ്യാം, അവിടെ ഓപ്പണിംഗ് ബാലൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. See you in the next video. Thank you.